എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 10ാമത്തെ സർഗമാണ് ആരംഭിക്കാൻ പോണത്. കഴിഞ്ഞ ദിവസം പറഞ്ഞത് സുമന്ത്രർ ദശരഥന് പറഞ്ഞു കൊടുക്കുകയാണ് എങ്ങനെയാണ് വിഭാണ്ഡകൻ്റെ പുത്രനായിട്ടുള്ള ഋഷിശൃംഗൻ നാട്ടിലേക്ക് അംഗരാജ്യത്തിലേക്ക് വന്നത് എന്ന്. അപ്പോൾ അതിന് ആ കഥ പറഞ്ഞു തുടങ്ങുകയാണ് ഇന്ന് ചെയ്യണത്. നമുക്ക് ആദ്യം 1ാമത്തെ ശ്ലോകം നോക്കാം. എല്ലാ ശ്ലോകങ്ങളും അനുഷ്ഠുപവൃത്തത്തിലാണ്. സുമന്ത്രശ്ചോദിതോ രാജ്ഞാ പ്രോവാചേദം വചസ്തദാ യഥർഷ്യ ശൃംഗസ്ത്വാനീതോ യേനോപായേന മന്ത്രിഭിഃ തന്മേ നിഗദിതം സർവം ശൃണുമേ മന്ത്രിഭിः സഹ. അപ്പോൾ രാജാവ് ഇപ്രകാരം ചോദിച്ചപ്പോൾ, അതാണ് രാജ്ഞാ ചോദിത, രാജാവിനാൽ പ്രേരിപ്പിക്കപ്പെട്ട. ആ കഥയെന്ന് മുഴുവനും പറഞ്ഞു തരൂ എന്ന് സുമന്ത്രരോട് ദശരഥനാണ് പറഞ്ഞത്. അങ്ങനെ ദശരഥനാൽ പ്രേരിപ്പിക്കപ്പെട്ടവനായിട്ടുള്ള സുമന്ത്രർ ഇപ്രകാരം വചഃ തഥാ പ്രോവാച, ഇതം വചഃ തഥാ പ്രോവാച, ഇപ്രകാരം മറുപടി പറഞ്ഞു. ഇങ്ങനെയാണ്. അപ്പോൾ ആ കഥയാണ് പറയാൻ പോണത്. ഋഷിശൃംഗനെ എങ്ങനെയാണ് നാട്ടിലേക്ക് കൊണ്ടുവന്നത്. മറ്റേതൊരു തരത്തിൽ ഇടപെട്ടാലും വിഭാണ്ഡകൻ്റെ ശാപം ഉണ്ടാവും, വിഭാണ്ഡകൻ എല്ലാവരെയും ഭസ്മമാക്കുമെന്ന് കരുതിയിട്ട് ഏതു വിധത്തിലാണ് കൊണ്ടുവന്നത് എന്നുള്ളത് വിസ്തരിച്ചിവിടെ പറയാൻ തുടങ്ങുകയാണ്. അതാണ് ആ ചോദ്യം ഇതായിരുന്നു എന്ന് 2ാമത്തെ വരിയിൽ പറയാണ്. യഥർഷ്യ ശൃംഗസ്ത്വാനീതോ യേനോപായേന മന്ത്രിഭി തന്മേ നിഗദിതം സർവം ശൃണുമേ മന്ത്രിഭിः സഹ. എനിക്ക് മന്ത്രിമാർ പറഞ്ഞു തന്നത്, അല്ലെങ്കിൽ മന്ത്രിമാരോടൊക്കെ കൂടിയിരുന്നിട്ട് ഇത് കേൾക്കണം. അതായത് എങ്ങനെയാണ് ഋഷ്യശൃംഗനെ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് കൊണ്ടുവന്നത്. യഥാ ഋഷ്യശൃംഗ ആനീത, എപ്രകാരമാണ് ഋഷ്യശൃംഗനെ അവിടെ നിന്ന് കൊണ്ടുവന്നത്. യേന ഉപായേന മന്ത്രിഭി യേനോപായേന, മന്ത്രിമാർ അതിനു വേണ്ടിയിട്ട് ഏതൊരു ഉപായമാണ് പ്രയോഗിച്ചത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഋഷ്യശൃംഗനെ കൊണ്ടുവരാൻ ഒരു പ്രയാസമില്ല. ഋഷ്യശൃംഗൻ നാട്ടിലുണ്ട്, അല്ലെങ്കിൽ ഒരു നാട്ടിലെത്തിയതിന് ശേഷം ശാന്തയെ വിവാഹം കഴിച്ചിട്ട് ഒരു ഗൃഹസ്ഥൻ്റെ ആശ്രമം സ്വീകരിച്ചിരിക്കുകയാണ്, താപസനാണെങ്കിലും. അപ്പോൾ പിന്നെ പഴയ കഥ കേൾക്കാനുള്ളൊരു കൗതുകം കൊണ്ട് എങ്ങനെയാണ് ഋഷിവര്യന്മാരെയൊക്കെ സ്വാധീനിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരണത് എന്നുള്ള കഥ കേൾക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ദശരഥൻ അങ്ങനെ ചോദിച്ചത്. ആ കഥകൾ മുഴുവനും തന്നെ തന്മേ, ആ കഥയൊക്കെ എനിക്ക് നിഗദിതം സർവം ശൃണുമേ മന്ത്രിഭിः സഹ, അത് മുഴുവൻ എനിക്ക് കേൾക്കണം. എങ്ങനെയാണോ അങ്ങ് കേട്ടത്, ലോമപാദൻ എങ്ങനെയാണ് ആ ഋഷ്യശൃംഗനെ കൊണ്ടുവന്നത് എന്ന് അങ്ങ് എങ്ങനെയാണോ കേട്ടത് അതൊന്ന് എനിക്ക് പറഞ്ഞു തരണം. അതാണ് ആദ്യത്തെ ശ്ലോകത്തിൽ 3 വരികളുള്ള ആദ്യത്തെ ശ്ലോകത്തിൽ ദശരഥൻ സുമന്ത്രരോടായിട്ട് പറഞ്ഞതും സുമന്ത്രർ അതിനുള്ള മറുപടി പറയാൻ പോവുകയാണ് എന്നുള്ളതും അങ്ങനെയാണ് പറഞ്ഞു തരണത്. എന്നിട്ട് സുമന്ത്രരുടെ മറുപടി, സുമന്ത്രൻ ഇപ്രകാരം ദശരഥനോട് ഇങ്ങനെയൊക്കെ ചോദിച്ച ദശരഥനോട് ഇപ്രകാരം മറുപടി പറഞ്ഞു. എന്താണത്? രോമപാദമുവാചേദം സഹാമാത്യഃ പുരോഹിത ഉപായോ നിരപായോ യമസ്മാഭിരഭിചിന്തിത. രോമപാദൻ്റെ പുരോഹിതൻ, അതാണ് രോമപാദം ഉവാചേദം സഹാമാത്യഃ പുരോഹിത. മന്ത്രിമാരോടൊക്കെ കൂടി ചേർന്നിട്ട് ലോമപാദൻ്റെ അഥവാ രോമപാദൻ്റെ പുരോഹിതൻ രോമപാദനോട് ഇപ്രകാരം പറഞ്ഞു. കൂടെ മന്ത്രിമാരൊക്കെ ഉണ്ടായിരുന്നു. അതായത് അവരാണ് ഒരു പദ്ധതി ഉണ്ടാക്കിയത്. അവരെല്ലാവരും കൂടി വന്നിട്ട് രാജാവിനോട് പറയാണ്, ഉപായോ നിരപായോയം. ഉപായം നിരപായം നല്ല പദത്തിന് ചേർച്ചയുണ്ട്, പ്രാസോപ്പിച്ചിട്ടൊക്കെയാണ് പറയണത്. ഞങ്ങൾ ഒട്ടും അപായമില്ലാത്തതായ, നിരപായം ഒരു അപകടവും വരാത്തതായിട്ടുള്ള ഒരു ഉപായം, നിരപായ ഉപായ അസ്മാഭി അഭിചിന്തിത, ഞങ്ങൾ അങ്ങനെ ഒരു പദ്ധതി, അങ്ങനെ ഒരു ഉപായം ഞങ്ങളെല്ലാവരും കൂടി മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ട് എന്നുള്ളത് പുരോഹിതനാണ് രാജാവിനോട് പറയണത്. മന്ത്രിമാർക്കൊന്നും പറയാൻ അത്രയ്ക്കുള്ള ശക്തിയൊന്നും ഉണ്ടാവില്ല. പുരോഹിതൻ പറഞ്ഞാലാണ് രാജാവ് വേഗം കേൾക്കുകയും ചെയ്യുക. അതിനു വേണ്ടിയിട്ട് ലോമപാദനോട് പുരോഹിതൻ പറയാണ്, ഞങ്ങൾ ഒരു പദ്ധതി കണ്ടുവച്ചിട്ടുണ്ട്. മന്ത്രിമാരൊക്കെ കൂടിയിട്ടാണ് വരണത്. അതെന്തായിരുന്നു? അതാണ് 3ാമത്തെ ശ്ലോകത്തിൽ പറയണത്. ഋഷ്യശൃംഗോ വനചരസ്തപസ്വാധ്യായ സംയുത അനഭിജ്ഞസ്തു നാരീണാം വിഷയാണാം സുഖസ്യ ച. ഋഷ്യശൃംഗൻ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, അദ്ദേഹം വനചര തപസ്വാധ്യായ സംയുത,
അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം എന്താണ്? അദ്ദേഹം വനചരനാണ്. വനേചരൻ എന്നൊക്കെ പറഞ്ഞാൽ കാട്ടിൽ മാത്രം വസിക്കുന്നവൻ. കാട്ടിൽ നിന്ന് പുറത്തേക്കേ വന്നിട്ടില്ല. പ്രത്യേകം എടുത്ത് പറയണം, ഋഷിശൃംഗൻ വേറെ ഒന്നിനെയും കണ്ടിട്ടില്ല. അച്ഛനെ അല്ലാതെ വേറെ ആരെയും അറിയൂല. ഇങ്ങനെ ചില ജീവികൾ, അതായത് അച്ഛനല്ലാത്ത വേറെ ചില മനുഷ്യരെ പുറത്ത് ജീവിക്കുന്നുണ്ടെന്ന് പോലും അറിയാത്ത ആളാണ്. അതാണ്, വനചരനാണ്. തപസ്സും സ്വാധ്യായവും മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മുനികുമാരനാണ്. അതാണ് ഋഷ്യശൃംഗനാകട്ടെ വനചരനുമാണ്, തപസ്വാധ്യായ നിരതനുമാണ്. തപസ് ചെയ്യുക, സ്വയം പഠിച്ചെടുക്കുക, വേദാംഗങ്ങളൊക്കെ പഠിച്ചെടുക്കുക. വേറെ ഒന്നും ഋഷ്യശൃംഗന് അറിയില്ല. അതുകൊണ്ട് അനഭിജ്ഞസ്തു നാരീണാം വിഷയാണാം സുഖസ്യ ച. അതുകൊണ്ട് ആ ഋഷ്യശൃംഗൻ അനഭിജ്ഞനാണ്. എന്തിലാണ് അനഭിജ്ഞത? നാരീണാം വിഷയാണാം സുഖസ്യ. സ്ത്രീ സുഖങ്ങൾ, സ്ത്രീകളാരാ? സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പോലും അറിയില്ല. അച്ഛനല്ലാതെ മറ്റൊരു പുരുഷനെ അറിയില്ല. പിന്നെയാണ് സ്ത്രീകളുടെ കാര്യം. അപ്പോൾ സ്ത്രീകൾ ആരാണ്, സ്ത്രീകളുമായിട്ടുണ്ടാകുന്ന സുഖം എന്താണ്, ഇന്ദ്രിയ സുഖങ്ങൾ എന്താണ് എന്നൊന്നും അല്പം പോലും അറിയാത്ത ആളാണ് ഋഷ്യശൃംഗൻ. അതാണ് അനഭിജ്ഞ. അഭിജ്ഞൻ എന്ന് പറഞ്ഞാൽ അറിവുള്ളവൻ, അനഭിജ്ഞൻ എന്ന് പറഞ്ഞാൽ ഒട്ടും അറിയാത്തവൻ. ഈ വക വിഷയങ്ങളൊന്നും യാതൊരു വിധത്തിലും പഠിച്ചിട്ടില്ലാത്ത ഒരാളാണ് ഋഷ്യശൃംഗൻ. അതാണ് പുരോഹിതൻ രാജാവിനോട് പറയണത്. അതിനുശേഷം 4-ാമത്തെ ശ്ലോകത്തിൽ പറയാണ്, ഇന്ദ്രിയാർത്ഥൈരഭിമതൈർനരചിത്തപ്രമാധിഭി പുരമാനായയിഷ്യാമ ക്ഷിപ്രം ചാധ്യവസീയതാം. എന്നിട്ട് പുരോഹിതൻ ഉറപ്പ് കൊടുക്കുകയാണ്, ഈ ഋഷ്യശൃംഗൻ ഇങ്ങനത്തെ ഒരു കാര്യം അറിയാത്തത് കൊണ്ട് അങ്ങനെയുള്ള ഇന്ദ്രിയങ്ങൾക്ക് അർത്ഥം അഥവാ സുഖം ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗം വലയിൽ വീഴും ഇവരൊക്കെ. ഇതെന്താണെന്നറിയാത്തവരൊക്കെ അത് പാവങ്ങൾ അതിൽ ചെന്ന് പെടൂലോ. അതാണ് പറയണത്, ഇന്ദ്രിയാർത്ഥൈഹി അഭിമതൈഹി. ഇന്ദ്രിയങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതും ഏറ്റവും സുഖം നൽകുന്നതുമായിട്ടുള്ള വിഷയങ്ങൾ അതെന്തുകൂടി ചെയ്യും? നരചിത്തപ്രമാധിഭി. മനുഷ്യരുടെ മനസ്സിനെ ആകെ ഉലയ്ക്കുന്നതായിട്ടുള്ള വിഷയങ്ങളാണ് ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്. അതായത് മനസ്സിന് സുഖമാവണമെങ്കിൽ കണ്ണ്, അതുപോലെ മൂക്ക്, ത്വക്ക്, നാക്ക്, ചെവി, ഇതിനൊക്കെ സുഖം ഉണ്ടാവണം. അതിലേതെങ്കിലും ഒന്നിന് അസുഖം ഉണ്ടെങ്കിൽ മനസ്സും അസ്വസ്ഥമാവും. അങ്ങനെ ഋഷ്യശൃംഗൻ്റെ അടുത്തേക്ക് പോന്നിട്ട് മനസ്സിനെ അടുത്തേക്ക് ചെന്നിട്ട് മനസ്സിനെ അസ്വസ്ഥമാക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റും. എന്തുകൊണ്ട്? അതായത് ഈ ഗണികമാരെ കൊണ്ടാണ് ഇനി പോവാൻ പോണത്. അവരെ കൊണ്ട് ഇന്ദ്രിയങ്ങൾക്കുള്ള മോഹങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെ ഋഷ്യശൃംഗന് സ്വസ്ഥത ഇല്ലാണ്ടേക്കുക. അതിനാണ് ഇപ്പോൾ പുറപ്പെടുന്നത്. അതാണ് ഇന്ദ്രിയാർത്ഥൈഹി അഭിമതൈഹി നരചിത്തപ്രമാധിഭി. മനുഷ്യൻ്റെ മനസ്സിനെ പ്രമഥനം ചെയ്യുന്നതായിട്ടുള്ള ഇന്ദ്രിയാർത്ഥങ്ങളെ കൊണ്ട് ആ ഋഷ്യശൃംഗൻ്റെ മനസ്സിൽ ഓളങ്ങൾ സൃഷ്ടിക്കുക. എന്നിട്ടോ പുരം ആനായയിഷ്യാമ, ഞങ്ങൾ ആ ഋഷ്യശൃംഗനെ വേഗം തന്നെ പുരത്തിലേക്ക്, കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാം. ക്ഷിപ്രം ച അധ്യവസീയതാം, വളരെ വേഗത്തിൽ ഈ ഇന്ദ്രിയാർത്ഥങ്ങളിൽ കൂടെ സ്വാധീനിച്ചിട്ട് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നോളാം. സമാധാനമായിട്ട് ഇരുന്നോളൂ, അങ്ങ് ഒട്ടും ബുദ്ധിമുട്ടണ്ട, മാനസികമായിട്ട് അസ്വസ്ഥനാവണ്ട, തീർച്ചയായിട്ടും ഋഷ്യശൃംഗനെ നാട്ടിലേക്ക് എത്തിച്ചോളാം എന്ന് ഇവർ വാക്ക് കൊടുക്കുകയാണ്. അതായത് മനസ്സിനൊരു ഇളക്കുണ്ടാക്കിയിട്ട് വേണം ഋഷ്യശൃംഗനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാൻ കാട്ടിൽ നിന്ന്. അതിനു വേണ്ടിയിട്ട് എന്തുപായമാണ് ഇവർ സ്വീകരിക്കാൻ പോണത് എന്ന് വ്യക്തമായിട്ട് പറയുകയാണ് 5-ാമത്തെ ശ്ലോകത്തിൽ. ഗണികാസ്തത്ര ഗച്ഛന്തു രൂപവത്യസ്വലങ്കൃതാഃ പ്രലോഭ്യ വിവിധോപായൈരാനേഷ്യന്തീഹ സത്കൃതാ. അതിനു വേണ്ടിയിട്ട് പുരോഹിതൻ പറയാണ്, ഗണികാഹ തത്ര ഗച്ഛന്തു, ആ കാട്ടിലേക്ക് ഗണികമാർ പോകട്ടെ. എങ്ങനെ? രൂപവത്യ സ്വലങ്കൃതാഹ, രൂപവതികളും നന്നായിട്ട് ആടയാഭരണങ്ങളൊക്കെ ധരിച്ചിട്ടുള്ള, നല്ല കാണാൻ സുന്ദരികളും ആഭരണാദികളൊക്കെ നല്ലവണ്ണം ധരിച്ചിട്ട് നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ടുള്ളവരായിട്ടുള്ള ഗണികാഹ, ഗണികമാർ തത്ര ഗച്ഛന്തു, ആ വനത്തിലേക്ക് പോകട്ടെ. എന്നിട്ടോ പ്രലോഭ്യ വിവിധ ഉപായൈഹി ആനേഷ്യന്തീഹ സത്കൃതാഹ, ആ സുന്ദരികളായിട്ടുള്ള നല്ലവണ്ണം സത്കരിക്കപ്പെട്ടവരായിട്ടുള്ള പെൺകുട്ടികൾ, ഗണികമാർ, അതായത് അവർക്ക് ധാരാളം ഈ ഋഷ്യശൃംഗനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പലതും തരാമെന്ന് വാഗ്ദാനം കൊടുക്കണം, എന്നാലേ അവരതൊക്കെ ചെയ്യുള്ളൂ. അങ്ങനെ
വേണ്ടുവോളം വാഗ്ദാനങ്ങൾ കൊടുത്ത് പ്രേരിപ്പിക്കപ്പെട്ടവരായിട്ടുള്ള ഗണികമാരാൽ ആ ഋഷ്യശൃംഗൻ്റെ മനസ്സൊക്കെ ആകെ ഇളക്കി മറിച്ചിട്ട് ഋഷ്യശൃംഗനെ അവർ കൊണ്ടുവരട്ടെ. അതാണ് ആനേഷ്യന്തി. ആ വിവിധങ്ങളായിട്ടുള്ള ഉപായങ്ങളെ കൊണ്ട് ഋഷ്യശൃംഗൻ്റെ മനസ്സിനെ ഇളക്കിയിട്ട് ഈ ഗണികമാരില്ലാതെ അയാൾക്ക് ജീവിക്കാനേ പറ്റില്ല എന്നുള്ള തോന്നലുണ്ടാക്കിയിട്ട് ആ ഗണികമാരെന്ത് ചെയ്യും? ഋഷ്യശൃംഗനെ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് വന്നോളും. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. ആർക്കും ഒരു മുറിവ് പോലും പറ്റാത്ത, ഒരപായവും പിണയാത്തതായ എളുപ്പമുള്ളൊരു വഴിയാണ് ഈ പുരോഹിതനും മറ്റു മന്ത്രിമാരൊക്കെ കൂടിയിട്ട് കണ്ടുപിടിച്ചത്. അതിനു വേണ്ടിയിട്ട് അവരെ വേഗം തന്നെ പറഞ്ഞയക്കണം എന്നുള്ളതാണ് പുരോഹിതൻ രാജാവിനോട് പറയുന്നത്. ഈ ഗണികമാരെ കാട്ടിലേക്ക് പറഞ്ഞയക്കണം എന്നുള്ള വിഷയം. എന്നിട്ട് അടുത്ത ശ്ലോകം കൂടി നോക്കാം. 6ാമത്തെ ശ്ലോകം നോക്കൂ. ശ്രുത്വാ തഥേതി രാജാ ച പ്രത്യുവാച പുരോഹിതം പുരോഹിതോ മന്ത്രിണശ്ച തദാ ചക്രുശ്ച തേ തഥാ. ഈയൊരു പദ്ധതി, ഈയൊരു ഉപായം കേട്ടപ്പോൾ, ശ്രുത്വാ കേട്ടിട്ട്, തഥാ ഇതി രാജ പുരോഹിതം പ്രത്യുവാച, എന്നാൽ അങ്ങനെ ആവട്ടെ എന്നൊരു വാക്യം രാജാവ് പുരോഹിതനോട് മറുപടി പറഞ്ഞു. അതായത് ഈ പറഞ്ഞ ഉപായം വളരെ നല്ലതാണ്, വളരെ എളുപ്പമാണ്. അതായത് വലിയ നാശനഷ്ടങ്ങളൊന്നും ഇല്ലാതെ തപസ് കൊണ്ടുള്ളതായ ബുദ്ധിമുട്ടുകൾ, അതായത് വിഭാണ്ഡകൻ്റെ തപസ് ശാപരൂപത്തിലേക്കൊന്നും മാറാതെ അങ്ങനെ പെട്ടെന്ന് ഋഷ്യശൃംഗനെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഉപായമാണിത്, അങ്ങനെ തന്നെ ചെയ്തോളൂ എന്ന് തഥാ ഇതി രാജ പുരോഹിതം പ്രത്യുവാച. അത് കേട്ടിട്ട് പുരോഹിതനും മന്ത്രിമാരൊക്കെ എന്തു ചെയ്തു? പുരോഹിതോ മന്ത്രിണശ്ച തഥാ തഥാ ചക്രുശ്ച തേ. ആ പുരോഹിതനും മന്ത്രിമാരും അപ്രകാരം എല്ലാവരെയും തയ്യാറാക്കുകയും ചെയ്തു. അപ്പോൾ ഈ വാരവനിതകൾ അഥവാ ഗണികമാർ കുറേ പേര് കൂടിയിട്ട് കാട്ടിലേക്ക് പോവണം എന്നുള്ളത് തീരുമാനമായി. രാജാവ് അങ്ങനെ തന്നെ ചെയ്യണം എന്നവരോട് പറയുകയും ചെയ്തു. അങ്ങനെ പുരോഹിതനും മന്ത്രിമാരും കൂടിയിട്ട് അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയെന്നർത്ഥം. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. സുമന്ത്രശ്ചോദിതോ രാജ്ഞാ പ്രോവാചേദം വചസ്തദാ യഥർഷ്യശൃംഗസ്വാനീതോ യേനോപായേന മന്ത്രിഭിः തന്മേ നിഗദിതം സർവം ശൃണു മേ മന്ത്രിഭിः സഹ. രോമപാദമുവാചേദം സഹാമാത്യഃ പുരോഹിത ഉപായോ നിരപായോയമസ്മാഭിരഭിചിന്തിത. ഋഷ്യശൃംഗോ വനചരസ്തപസ്വാധ്യായ സംയുത അനഭിജ്ഞസ്തു നാരീണാം വിഷയാണാം സുഖസ്യ ച ഇന്ദ്രിയാർത്ഥൈരഭിമതൈർനരചിത്തപ്രമാധിഭിः പുരമാനായയിഷ്യാമഃ ക്ഷിപ്രം ചാധ്യവസീയതാം. ഗണികാസ്തത്ര ഗച്ഛന്തു രൂപവത്യസ്വലംകൃതാഃ പ്രലോഭ്യ വിവിധോപായൈരാനേഷ്യന്തീഹ സത്കൃതാഃ. ശ്രുത്വാ തഥേതി രാജാ ച പ്രത്യുവാച പുരോഹിതം പുരോഹിതോ മന്ത്രിണശ്ച തദാ ചക്രുശ്ച തേ തഥാ. ഇത് ശരിക്കും രാജാവിൻ്റെ അല്ല, പുരോഹിതൻ്റെ പദ്ധതികളായിരുന്നു. പുരോഹിതൻ പറയണത് കേട്ടപ്പോൾ വളരെ ശരിയാണെന്ന് തോന്നി ലോമപാദൻ അതിനെ അംഗീകരിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഋഷ്യശൃംഗനെ കൊണ്ടുവരാനുള്ള പുറപ്പാടുകളാണ് നമുക്ക് അടുത്ത ശ്ലോകങ്ങളിൽ കാണാൻ പറ്റുക. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.